ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നതാ ഞാൻ നമ്മുടെ ഒരു ചെറിയൊരു ബർത്ത്ഡേ ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് വന്നതാണ്. ബർത്ത്ഡേ ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഷോപ്പിംഗ് ഒന്നും ഇല്ല, ചെറിയ ഷോപ്പിംഗ് ആണ്. നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ നമ്മൾ വന്നത്. നമ്മൾ പോകണ്ടേന്നൊക്കെ പറഞ്ഞ് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. വന്നു കഴിഞ്ഞപ്പം നമ്മൾ ഇരുട്ടായിട്ടോ, ഒരു 5 മണി 6 മണി ആ ഒരു ടൈമിലാട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. മീൻസ് പുറത്തു പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്വാർട്ടേഴ്സിൽ നിന്ന് ഇതുപോലെ ടൗണിലേക്ക് വരാൻ 1 മണിക്കൂർ വേണം കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു മാളെന്ന് പറയുന്നത് DB മോളാണ്. ഇവിടെ മധ്യപ്രദേശിലുള്ള ഏറ്റവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്വാളിയാറുള്ള ഏറ്റവും വലിയൊരു മോളാണ് കേട്ടോ DB മോള്. ഇവിടെ 2 മോളാണ് ഉള്ളത്. DB മോളുണ്ട്, ഒരു DD മോളുണ്ട്, അതുപോലെ ട്രെൻഡ്സ്, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം എല്ലാ കടകളും ഉണ്ട്. മിസോറാമിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. മിസോറാമിൽ ആകെ ഒരു വിശാൽ മാത്രമായിരുന്നു കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കണമെങ്കിൽ വിശാലിൽ തന്നെ പോകണമായിരുന്നു. ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് KFC ഉണ്ട്, അതുപോലെ പിസ്സ ഹട്ടും എല്ലാം ഉണ്ട് കേട്ടോ. വെജിറ്റേറിയൻ ഫുഡ് വേണമെങ്കിൽ എല്ലാം കിട്ടും കേട്ടോ. അവിടെ എല്ലാം എന്ന് വെച്ചാൽ എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം വലിയൊരു മോളാണ്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് കേട്ടോ ഇപ്പം എന്തെങ്കിലുമൊക്കെ ചിക്കൻ, നമ്മൾ അങ്ങനെ വീട്ടിൽ അങ്ങനെ കുക്ക് ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടോ. അധികം ചിക്കനൊന്നും ഇപ്പോൾ വെക്കാറില്ല. അപ്പോൾ നമ്മൾ ചിക്കൻ കഴിക്കാൻ തോന്നുമ്പം നേരെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ KFCക്ക് ആയിരിക്കും കേട്ടോ വരിക. കാരണം മോനും ഇവിടുത്തെ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തു. ഏട്ടൻ പോയിട്ട് ഓർഡർ ചെയ്തിട്ട് ഏട്ടൻ മേടിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇതൊക്കെ ആട്ടോ മേടിച്ചത്. ഇതുപോലെ റൈസ് മേടിച്ചിട്ടുണ്ട്. ബിരിയാണി റൈസാണെന്നൊക്കെ അതിനകത്ത് എഴുതിയിട്ടില്ല, പക്ഷേ ടേസ്റ്റ് ഒന്നും അങ്ങനെയല്ല കേട്ടോ. പിന്നെ ഇതാ അവന് വേണ്ടിയിട്ട് പോപ്കോണ്, അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ്, അവന് വേണ്ടിയിട്ട് അത് മാത്രം കേട്ടോ മേടിച്ചത്. അതാണ് ഇഷ്ടം. പിന്നെ നമുക്ക് 2 പേർക്കും ഓരോരോ ബർഗറും മേടിച്ചു. അപ്പോൾ അത്രയൊക്കെയായിരുന്നു നമ്മൾ കഴിക്കാൻ വേണ്ടി മേടിച്ചത്. പിന്നെ നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ വേറെ കുറേ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെന്നുള്ളത് ലാസ്റ്റ് വീഡിയോയിൽ പറയാവേ. കാരണം നമ്മൾ വീട്ടിൽ പോയിട്ട് അത് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ അത് കാണിച്ചു തന്നു കഴിഞ്ഞാൽ ആ ഒരു ടൈം ഉണ്ടാവില്ല. കാരണം നമ്മളിവിടെ വന്ന് കറങ്ങാനൊക്കെ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എല്ലാം കൂടെ കാണിച്ചു തരാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് മേടിച്ചതെന്നുള്ളത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാവേ. പിന്നെ അതാ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി നടന്നു കേട്ടോ. അതുതന്നെയാണ് എന്ന് വെച്ചാൽ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതന്നെയല്ലേ ചെയ്യാനുള്ളൂ. ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഒരു വലിയ കാര്യം കേട്ടോ. ഇവിടെ എന്താ പറയുക, നമുക്ക് ഓരോ കടകൾ കാണുന്തോറും നമുക്ക് അതിന് അകത്തോട്ട് കയറാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. അതിനകത്ത് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ നോക്കാനുള്ള ഇൻട്രസ്റ്റ് വരും. ഇവിടെ പിന്നെ സ്റ്റുഡിയോയും അതുപോലെ മാക്സും എല്ലാം ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മോളിനകത്തും എല്ലാം ഉണ്ട്, അതുപോലെ പുറത്താണെങ്കിലും സ്റ്റുഡിയോയും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഏതി പോകണമെന്ന് ഭയങ്കര കൺഫ്യൂഷനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം എന്താ പറയുക, പ്രാവൊക്കെ നമ്മുടെ മുകളിൽ കൂടെയും അതുപോലെ എന്താ പറയുക തറയിലൊക്കെ വന്നിരിക്കും, ഭക്ഷണമൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് ചെറുതായിട്ടൊന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ കാണാറുണ്ട്, പക്ഷേ എന്നാലും ഇന്നൊരു 3-4 പ്രാവുകളുണ്ടായിരുന്നേ. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ അങ്ങനെ എടുത്തു കേട്ടോ. കാരണം നമ്മൾ കുറേ നേരം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറേ നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ മോൻ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ പതുക്കെയല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്ത് കുറേ നേരം ഇരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ കറണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങനെ എന്താ പറയുക കുറേ നേരം ഇരുന്നിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് പുറത്തിറങ്ങുകയാണ് ചെയ്തത്. ഇവിടേക്ക് ഓരോ കടകളിലും കയറി കഴിഞ്ഞാലേ നല്ല അപാര വിലയായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ സാധാരണക്കാർക്കൊന്നും ഇതുപോലെ മുകളിലൊന്നും പോയിട്ട് സാധനമൊക്കെ മേടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എപ്പോഴും അങ്ങനെ പുറത്തിറങ്ങി സാധനങ്ങൾ മേടിക്കുകയൊന്നുമില്ല. വല്ലപ്പോഴും ഓട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കുള്ളൂ. പിന്നെ അത് മാത്രമല്ല, വല്ലപ്പോഴും കിട്ടുന്ന അവസരം നമ്മൾ എന്തായാലും മുതലാക്കുകയും ചെയ്യുമല്ലോ. അങ്ങനെയാണല്ലോ പെണ്ണുങ്ങൾ. അപ്പോൾ അത്യാവശ്യം പർച്ചേസിങ് ഒക്കെ ചെയ്ത് പിന്നെ ഭക്ഷണം കഴിക്കലും അതുപോലെ പർച്ചേസിങ് ഒക്കെ കഴിച്ചപ്പോൾ പിന്നെ നമ്മൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പായിട്ടോ. തിരിച്ചു പോകാൻ നോക്കുമ്പോഴേ നമ്മുടെ കണ്ണുകളെല്ലാം ഈ കണ്ണാടിക്കൂടിൻ്റെ ഉള്ളിലുള്ള ഇതിനകത്തൊക്കെ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടേ നടക്കുമായിരുന്നേ. ഇഷ്ടം പോലെ സാധനങ്ങൾ, ഇഷ്ടം പോലെ കടകൾ. എന്നുവെച്ചാൽ നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല, ഭയങ്കരമായിട്ട് ആകർഷിക്കുന്ന പോലെ തോന്നും. അങ്ങനെയല്ലേ മുകളിലൊക്കെ പോകുമ്പോൾ. മുകളിലാണെങ്കിൽ പിന്നെ ഭയങ്കര ലൈറ്റും കാര്യങ്ങളും സെറ്റപ്പൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതാ ഒരു അച്ഛനും മോനും ഏറ്റവും ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോസൊക്കെ എടുത്ത് പതുക്കെയാണേ നടക്കുന്നത്. അപ്പോൾ ഞാൻ അതാ പതുക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് നടക്കുന്നുണ്ട്. അവർ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. എനിക്ക് ഇതൊക്കെ കണ്ടിട്ട്, നമുക്ക് പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ല, പെണ്ണുങ്ങൾക്ക് എന്നല്ല, ഈ മുകളിൽ കയറി കഴിഞ്ഞാൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഇതൊക്കെ തന്നെ ആയിരിക്കും പണി. ഇങ്ങനെ വാങ്ങി നോക്കി. പിന്നെ അത് മാത്രമല്ല, എല്ലാവരുടെയും ഡ്രസ്സും കാര്യങ്ങളും നല്ല രസമായിരിക്കും കേട്ടോ. ഈ മുകളിലൊക്കെ വരുന്നവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണാൻ എന്തോ സ്പെഷ്യാലിറ്റി തോന്നി. അപ്പോൾ അങ്ങനെ കുറേ നേരം അതൊക്കെ വാങ്ങി നോക്കി ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി കേട്ടോ. പുറത്തോട്ട് ഇറങ്ങിയപ്പം മൊത്തം സൗണ്ടും ഒക്കെ ആയിരുന്നു. ഞാൻ പിന്നെ മോളിൻ്റെയൊക്കെ ശബ്ദമൊക്കെ ഉണ്ടാകുമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് മുകളിൽ നിന്ന് വരുന്ന ഓരോ ശബ്ദങ്ങളും ഉണ്ടാകും. അപ്പോൾ ഞാൻ അങ്ങനെ വോയിസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ പുറത്തൊക്കെ നിന്ന് ഏട്ടനും കുറച്ച് നേരം ഇങ്ങനെ ബൈക്കൊക്കെ എടുക്കാനൊക്കെ പോയ സമയത്ത് ഞാനിങ്ങനെ എന്താ പറയുക, നമ്മൾ ഇങ്ങനെ വായി നോക്കി കുറേ നേരം നിന്നു. പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു വല്ല ചുഴലിക്കാറ്റും വന്നു എന്നൊക്കെ വിചാരിച്ചു. ഭയങ്കര മണ്ണും പൂഴിയൊക്കെ ആയിരുന്നു. നമ്മൾ പോകുമ്പം പോയ പോലെ എല്ലാട്ടും തിരിച്ചു വന്ന് മണ്ണിൽ കുളിച്ചിട്ടൊക്കെ ആയിരുന്നു. എൻ്റെ ഫോണിന് ക്ലാരിറ്റി കുറവായത് കാരണം എനിക്കങ്ങനെ കടകളൊന്നും അങ്ങനെ സൂം ചെയ്ത് നല്ല വൃത്തിയിലെടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇവർ രണ്ടുപേരും ഫ്രണ്ടിൽ പോയിക്കൊണ്ടേയിരിക്കും. ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് പുറകിൽ ഓടി ഓടി നടക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ എന്താ പറയുക, നല്ല വൃത്തിക്ക് എടുത്ത് വീഡിയോസൊന്നും എടുത്ത് കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പോൾ ഇനിയും നമ്മളെന്തായാലും ഇങ്ങോട്ടൊക്കെ തന്നെ വരാനുള്ളത്. അപ്പോൾ ഇനി വരുമ്പോൾ ഞാൻ വൃത്തിയിൽ നല്ല ഭംഗിയിൽ കാണിച്ചു തരാവേ. നല്ല നല്ല കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളാണെങ്കിൽ പോലും ഇവിടെയും 10, 100, 150 സാധനങ്ങൾ ഇവിടെയും കിട്ടും കേട്ടോ. പക്ഷേ അതൊക്കെ കുറച്ച് തിരയണമെന്ന് മാത്രം. നമ്മളങ്ങനെ തിരഞ്ഞ് കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാവേ. ഇനി വീട്ടിലോട്ട് എത്തണമെങ്കിൽ 1 മണിക്കൂർ എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നല്ല കാറ്റുമൊക്കെ ആയത് കാരണം നല്ലപോലെ വൈകിട്ടാട്ടോ വീട്ടിലെത്തിയത്. അപ്പോൾ അതാ നമ്മൾ മുകളിലൊക്കെ പോയി വന്ന് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ കുളിച്ചു. അപ്പോൾ അതാ ഇനി അവരൊക്കെ കുളിക്കാൻ നിൽക്കുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും കൂടെ ഒന്ന് കാണിക്കാമെന്നേ. അപ്പോൾ അതാ ഞാൻ ഇങ്ങനത്തെ ഒരു മെഷർമെൻറ്റ് കപ്പ് മേടിച്ചു കേട്ടോ. എൻ്റെ അടുത്ത് ഇല്ലാത്തൊരു സാധനമായിരുന്നു. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ പൊട്ടിപ്പോയിട്ടോ. ഞാൻ അതുപോലെ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിച്ചായിരുന്നു, പക്ഷേ അത് അത്ര ക്വാളിറ്റിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു മെഷർമെൻറ്റ് കപ്പ് മേടിക്കാൻ വേണ്ടി ഒരു മെഷർമെൻറ്റ് കപ്പ് മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡബ്ബാസൊക്കെ മേടിച്ചു. എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരുമ്പോൾ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ഡപ്പ ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പോൾ ഞാനൊരു കുറച്ച് ടിഫിൻ ബോക്സ് പോലത്തെ കുറച്ച് വലിപ്പമുള്ള കുറച്ച് 2-3 പാത്രങ്ങൾ. പക്ഷേ ഇതിനധികം വിലയൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പീസിന് 129 വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഇങ്ങനത്തെ സാധനം മേടിച്ച് ബണ്ണ്, ഇതിനെന്താ പറയുക, ബണ്ണെന്നാണ് ഞാൻ പറയുക, എനിക്കറിയില്ല. പിന്നെ ഒരു കോലുമുട്ടായി, അത് മോൻ മേടിച്ച കേട്ടോ. പിന്നെ അവൻ 1-2 ടോയ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ, പക്ഷെ അതൊക്കെ അവൻ എടുത്തിട്ട് പോയി. പിന്നെ ഇതുപോലത്തെ ഒരു എന്താ പറയുക, ഒരു ഡോണറ്റിൻ്റെ മോൾഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡോണറ്റിൻ്റെ മോൾഡ് ഇത് എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചാണ്. അതായത് നമ്മൾ വല്ല ചോക്ലേറ്റ് കേക്കൊക്കെ ഉണ്ടാക്കുവാണെങ്കിലോ പറഞ്ഞിട്ട് അതിന് വേണ്ടി മേടിച്ചാണേ. പിന്നെ എന്താണ്, ഇതൊന്നും ഞാൻ എടുത്തു പോലും കണ്ടിട്ടില്ല കേട്ടോ. ഇത് ഏട്ടനടുത്താണ്. ഇത് മുരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പൊരിയില്ലേ, മിച്ചർ, ആ ഒരു സാധനമാണ്. ഇതിനിവിടെ മുരി എന്നൊക്കെയാണ് പറയുക. അപ്പോൾ അതെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മോന് വേണ്ടിയിട്ട് ഒരു ടിഫിൻ ബോക്സ് മേടിച്ചേ. പിന്നെ ഇതങ്ങനത്തെ ഒരു സാധനം മേടിച്ചേ. ഇതിനകത്ത് ഒരു ബ്രഷും ഉണ്ട്, ഒരു ടോയും ഉണ്ട്, ഒരു കാറുണ്ട്. അപ്പോൾ ഇത് മോൻ്റെ ഇഷ്ടത്തിനടുത്തതാണ്. അപ്പോൾ നമ്മൾ 3 പേര് ഇപ്രാവശ്യം പർച്ചേസിങ് ചെയ്തു കേട്ടോ. 3 പേർക്ക് ഓരോരോ സാധനങ്ങൾ വേണമായിരുന്നു. അപ്പം 3 പേരും ഓരോരോ സാധനങ്ങൾ മേടിച്ചേ. പിന്നെ ഇത് നമ്മുടെ ഒരു എന്താ പറയുക, കീ ഹൗസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന്, അല്ല എൻ്റെ മാത്രമല്ല എൻ്റെയും കൂടി ഇഷ്ടത്തിന് വേണ്ടി ഇഷ്ടം നോക്കി എടുത്താൽ കേട്ടോ. കീ ഹൗസ് നല്ല രസമല്ലേ കാണാൻ. അത് മാത്രമല്ല ഇത് എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ പോയപ്പോഴും ഇതുപോലെ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നല്ല വെയിറ്റ് ഉണ്ട്, പക്ഷേ അധികം എന്താ പറയുക പൈസയൊന്നുമില്ല. പക്ഷേ നമ്മൾ നാട്ടിൽ പോയി മേടിച്ചതിന് നല്ല പൈസയായിരുന്നു, പക്ഷേ അധികം വെയിറ്റ് ഇല്ലായിരുന്നു. അത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന പോലത്തെ, പക്ഷേ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പം നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ ഇതെടുത്ത് യൂസ് ചെയ്യാമല്ലോ, അത് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കീ ഹാങ്ങിങ് ചെയ്യുന്ന ഒരു സാധനം. പിന്നെ അത് മാത്രമല്ല ഇതിനകത്ത് കണ്ട ഒരു ഹൗസ് പോലെയൊക്കെ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതുപോലൊരു എന്താ പറയുക, ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അത് സ്റ്റീലിൻ്റെ ആട്ടോ. ഓക്കേ. പിന്നെ നമ്മളൊരു ഫ്രൈ പാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സ്റ്റീലാണേ. അപ്പോൾ എന്താ പറയുക, എനിക്കിങ്ങനെ സ്റ്റീലിൻ്റെയൊക്കെ പാത്രങ്ങൾ മേടിക്കാനാണ് ഇഷ്ടം. ഞാനങ്ങനെ അധികം അലുമിനിയം പാത്രങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്യുമായിരുന്നു, കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്തൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അധികവും ഞാൻ സ്റ്റീൽ പാത്രങ്ങൾ മേടിക്കുകയാണെങ്കിൽ അധികം സ്റ്റീൽ പാത്രങ്ങളൊക്കെ മേടിക്കാം. പിന്നെ ഞാൻ വേറൊരു സാധനം കൂടെ മേടിച്ചിട്ടുണ്ടേ. അപ്പോൾ അതിൻ്റെ മണ്ടയിലാണ് ഞാൻ ഈ ഫോൺ കുത്തി വെച്ചിട്ടുള്ളത്. അതുപോലത്തെ ഒരു എന്താ പറയുക, നമ്മുടെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ കമ്മലും മാലയും പൊട്ടൊക്കെ ഇട്ട് വയ്ക്കാനും വേണ്ടിയിട്ട് മേടിച്ചാണേ. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പർച്ചേസ് ചെയ്തത്. പിന്നെ 2-3 ടോയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ടോയല്ല, അവൻ എന്താ പറയുക, ഇറേസറൊക്കെ ഇല്ലേ, അങ്ങനെ 1-2 സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങളാട്ടോ നമ്മളിന്ന് ഷോപ്പിംഗ് ചെയ്തത്.
അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ബർത്ത്ഡേ അങ്ങനെയൊക്കെ ആയിരുന്നു. നല്ല പോലെ അങ്ങോട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. പിന്നെ ഞങ്ങളുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പെർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി സെറ്റായിട്ടിരിക്കുവാണ്. ഇനി ഇതൊക്കെ ഒന്ന് എന്താ പറയുക, ഒന്ന് ക്ലീനാക്കി വെക്കണം, അതൊക്കെ അത് സ്ഥാനത്തെടുത്ത് വെക്കണം. ഇനി അങ്ങനത്തെ ഒരു പരിപാടിയും കൂടെ ഉള്ളൂ. പിന്നെന്താ, അപ്പോൾ വീണ്ടും ഞാൻ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നവരെ ബായ്.